നമസ്കാരം. ലൈവ് ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനുജ. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ല. വൈദ്യുതി ഉപയോഗം വൻതോതിൽ കൂടിയെങ്കിലും ലോഡ് ഷെഡിംഗ് വേണ്ടെന്ന് സർക്കാർ KSEB അറിയിച്ചു. വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് വിഷയം ചർച്ചയായത്. KSEB അധികൃതർ ഇന്ന് തന്നെ യോഗം ചേർന്ന് പുതിയ നിർദ്ദേശങ്ങൾ സർക്കാരിനെ അറിയിക്കും. VA ഗിരീഷ് വിശദാംശങ്ങളുമായി. ഗിരീഷ്, ഒരർത്ഥത്തിൽ ജനങ്ങളെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. കാരണം ഉപഭോഗം ഓരോ ദിവസവും റെക്കോർഡ് എന്ന കണക്കാണ് പുറത്തു വരുന്നത്. KSEB നിയന്ത്രണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതെങ്ങനെ ഈ പ്രതിസന്ധി മറികടക്കും എന്നുള്ള വലിയ ചോദ്യം മുന്നിലുണ്ടല്ലോ. ഇന്നത്തെ യോഗ തീരുമാനം എന്താണ്? ഇനിയിപ്പോൾ ബദൽ മാർഗങ്ങൾ എന്തായിരിക്കും? അനുജ, സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിനനുസരിച്ച് വൈദ്യുതി ഉപഭോഗവും വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഓരോ ദിവസവും സർവ്വകാല റെക്കോർഡിലേക്ക് വൈദ്യുതി ഉപഭോഗം പോകുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന KSEB ആവശ്യപ്പെട്ടത്. ഇന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലും KSEB ഈ നിലപാട് ആവർത്തിച്ചു. അതിന് രണ്ട് കാരണങ്ങളാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. ഒന്ന്, ഈ പുറത്തു നിന്ന് വലിയ തോതിൽ ഉയർന്ന നിരക്ക് നൽകി വൈദ്യുതി വാങ്ങേണ്ടി വരുന്നു. 90 ദശലക്ഷം യൂണിറ്റ് വരെ ചില ദിവസങ്ങളിൽ പുറത്തു നിന്ന് വാങ്ങിയാണ് സംസ്ഥാനത്തെ വൈദ്യുത ആവശ്യകത നിറവേറ്റുന്നത്. മറ്റൊന്ന്, പീക്ക് സമയം. വൈകുന്നേരം 6 മുതൽ രാത്രി 12 മണി വരെയുള്ള ഈ പീക്ക് സമയത്ത് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത് കാരണം വൈദ്യുതി വിതരണ ശൃംഖലകൾ താറുമാറാകുന്നു. ട്രാൻസ്ഫോമറുകൾ പലയിടത്തും തകരാറിലാകുന്ന അവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രിപ്പാവുകയും ഒരു പ്രദേശം മുഴുവൻ ഇരുട്ടിലാകുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഉപയോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ളതായിരുന്നു ബോർഡിൻ്റെ ആവശ്യം. എന്നാൽ സർക്കാർ ലോഡ് ഷെഡിംഗ് എന്ന വൈദ്യുതി ബോർഡിൻ്റെ നിർദ്ദേശം പാടെ തള്ളിക്കളഞ്ഞു. ബദൽ മാർഗങ്ങൾ നിർദ്ദേശിക്കാനാണ് ഇപ്പോൾ KSEBയോട് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി തന്നെയാണ് ഇതിനുള്ള നിർദ്ദേശം നൽകിയത്. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വൈദ്യുതി ബോർഡിൻ്റെ യോഗം ചേരും. ഇതിലായിരിക്കും ബദൽ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരിക്കണമെന്ന് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ വ്യക്തമാക്കിക്കൊണ്ട് സർക്കാരിന് ഈ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. മറ്റൊന്ന്, വൈദ്യുതി മന്ത്രി ഇന്ന് മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. നിലവിലെ വൈദ്യുതി സാഹചര്യം മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും. അതോടൊപ്പം നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ചില ബദൽ മാർഗങ്ങൾ KSEB ഇപ്പോൾ തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് ഇന്ന് ചേർന്ന യോഗത്തിലും KSEB അവതരിപ്പിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വ്യവസായങ്ങൾക്ക് ഭാഗികമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. രാത്രികാലങ്ങളിൽ വ്യവസായശാലകൾക്ക് പവർ കട്ട് ഏർപ്പെടുത്തുന്ന അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇന്ന് യോഗത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. രാത്രികാല ഷിഫ്റ്റുകൾ വ്യവസായശാലകൾ പൂർണ്ണമായും ഒഴിവാക്കുക, ഇത്തരത്തിൽ ഒരു പ്രദേശത്തേക്ക് വൈദ്യുതി ലോഡ് കൂടുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ KSEB നിർദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൃഷി ആവശ്യത്തിനുള്ള മോട്ടോർ പമ്പിങ് അത് രാത്രികാലങ്ങളിൽ ഉപയോഗിക്കരുത് എന്ന ഒരു നിർദ്ദേശം കൂടി നൽകുക. ഇതോടൊപ്പം ഓരോ പ്രദേശത്തെയും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർക്ക് അതാത് പ്രദേശത്തെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള ഒരു അധികാരം കൂടി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് പലയിടത്തുമുണ്ട്. ആ തരത്തിലേക്കുള്ള നിയന്ത്രണം ഇനിയും ഉണ്ടാകും എന്നർത്ഥം. അനുജ, അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിന് കാരണമായി വൈദ്യുതി ബോർഡ് ചൂണ്ടിക്കാട്ടുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഒന്ന്, ഈ പീക്ക് സമയത്തെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിക്കുന്നതോടെ വൈദ്യുതി ലൈനുകളുടെ ശേഷിയിൽ കവിഞ്ഞ് വൈദ്യുതി കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് ഓട്ടോമാറ്റിക് ഡ്രിപ്പിങ്ങിന് ഇടയാക്കുന്നു എന്നുള്ളതാണ് വൈദ്യുതി ബോർഡ് പറയുന്നത്. ഇത് ശരിയാക്കണമെങ്കിൽ വീണ്ടും 11 kVയിലേക്ക് ചാർജ് ചെയ്യണമെങ്കിൽ വീണ്ടും മണിക്കൂറുകൾ വേണ്ടി വരുന്നു. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇത് പലപ്പോഴും പലയിടത്തും അപ്രഖ്യാപിതമായിട്ട് കറണ്ട് കട്ടിന് അല്ലെങ്കിൽ വൈദ്യുതി തടസ്സത്തിന് ഇടയാക്കുന്നുണ്ട്. അതല്ലാതെ വോൾട്ടേജ് ക്ഷാമം നേരിടുന്നുണ്ട് പലയിടത്തും. ലൈനുകളുടെ പ്രസരണ വിതരണ ലൈനുകളുടെ ശേഷി കുറവ് കാരണം ഈ വോൾട്ടേജ് ക്ഷാമം കൂടിയുണ്ട്. ഇപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ പുറമെ ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന മേഖലകളിൽ ഓരോ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരും നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ അത് ഓരോ വ്യവസായശാലകൾക്ക് അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ST കൺസ്യൂമേഴ്സ് അവരാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി കൺസ്യൂം ചെയ്യുന്നത് ഈ രാത്രികാലങ്ങളിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇത്തരത്തിലുള്ള ഉപഭോക്താക്കൾക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരർത്ഥത്തിൽ ഭാഗികമായി സംസ്ഥാനത്ത് വ്യവസായശാലകൾക്ക് ചില നിയന്ത്രണങ്ങൾ വരുന്നു എന്നുള്ളത് തന്നെയാണ് രുച. അതാണ് ഇന്നിപ്പോൾ ഉണ്ടായ പ്രധാനപ്പെട്ട തീരുമാനം. തൽക്കാലം വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ല എന്നുള്ളതാണ്. ബദൽ മാർഗം തേടൂ എന്നുള്ളതാണ് KSEBയോട് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. KSEB ചില ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് പരിഗണിക്കുന്നതിന് വേണ്ടി യോഗം ചേരുകയും ചെയ്യും ഇന്ന് തന്നെ. കനത്ത ചൂടിനെ തുടർന്ന് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മാസം 6 വരെ അടച്ചിടാൻ നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇന്നും നാളെയും തുടരും. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി.
അലക്സ്, ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്ന് ചൂടുകാലത്ത് എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ വേണം, അതൊക്കെ ജാഗ്രതയോടെ എങ്ങനെ നേരിടണം, ഒപ്പം തന്നെ മഴ വരുന്നതുമായി ബന്ധപ്പെട്ട് അക്കാര്യങ്ങളെല്ലാം ചർച്ചയായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അനുജ, സംസ്ഥാനത്ത് ഈ പൊള്ളുന്ന ചൂടിന്റെ സാഹചര്യത്തിൽ ഈ സംസ്ഥാനത്തെ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നത്. ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി, ഒപ്പം മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഒരു യോഗത്തിലുണ്ടായിരുന്നു. സംസ്ഥാനത്തെ ഈ ഉയർന്ന ചൂടിന്റെ സാഹചര്യം വിലയിരുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ യോഗത്തിൽ ഉയർന്നു വന്നത്, നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, അതായത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മെയ് 6 വരെ അവധി നൽകാൻ, ഈ കോളേജുകൾ, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ 11 മണി മുതൽ 3 മണി വരെ ഒഴിവാക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ മറ്റൊന്ന്. പോലീസ്, അഗ്നിശമന സേന, അതുപോലെ മറ്റു സേനാ വിഭാഗങ്ങൾ, NCC, SPC തുടങ്ങിയവരുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്തെ പരേഡും ഡ്രില്ലും ഒഴിവാക്കണമെന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം നേരത്തെ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ അത് കർശനമായി നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പകൽ 11 മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, മത്സ്യത്തൊഴിലാളികൾ, മറ്റു കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവരൊക്കെ ഇതിനനുസരിച്ച് ജോലി സമയം ക്രമീകരിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആസ്ബറ്റോസ, ടിൻ ഷീറ്റുകൾ മേൽക്കൂരയായിട്ടുള്ള തൊഴിലിടങ്ങളിൽ പകൽ സമയം അടച്ചിടണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശം. ഇവ മേൽക്കൂര ആയുള്ള വീടുകളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ തുടങ്ങിയ മേഖലയിലൊക്കെ തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുപോലെ കാട്ടുതീ പകരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഫയർ ഓഡിറ്റ് നടത്തണം. പ്രധാനപ്പെട്ട ഇത്തരം കേന്ദ്രങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്തി സുരക്ഷ ഉറപ്പുവരുത്തണം. അതുപോലെ കാട്ടുതീ തടയുന്നതിന് വേണ്ടിയുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകളും മറ്റുമൊക്കെ പാലിക്കണം. കലാകായിക മത്സരങ്ങൾ, പരിപാടികൾ പകൽ 11 മുതൽ 3 മണി വരെ നിർബന്ധമായി നടത്തരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശമായി തന്നിട്ടുള്ളത്. മറ്റൊന്ന്, വേനൽ മഴ സജീവമാകാൻ പോകുന്ന ദിവസങ്ങളാണ് അടുത്ത് വരാൻ പോകുന്നത്. അടുത്തൊരു മെയ് ആദ്യവാരം അവസാനത്തോടുകൂടി സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാകും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതിനാൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതിൻ്റെ ചുമതല അത് വീതിച്ച് നൽകിയിട്ടുണ്ട്. ജില്ലാ ചുമതലയുള്ള മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കളക്ടറുടെ നേതൃത്വത്തിൽ അതാത് ജില്ലകളിൽ യോഗം ചേർന്ന ആ ജില്ലയുടെ കാര്യം വിലയിരുത്തണം, സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിക്കണം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അടിയന്തരമായി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. വേനൽമഴ ശക്തമാകുന്നതിന് മുമ്പ് ഓടകൾ, കൈത്തോടുകൾ, അതുപോലെ കൾവർട്ടുകൾ, ചെറിയ കനാലുകൾ എന്നിവയിലെ തടസ്സങ്ങൾ നീക്കണം. പൊതുയിടങ്ങളിൽ മാലിന്യം കെട്ടിക്കിടക്കാൻ ഇടയാക്കരുത് എന്നുള്ളത് പ്രധാനപ്പെട്ട നിർദ്ദേശമായി വരുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് ഉപയോഗിക്കേണ്ട കെട്ടിടങ്ങൾ സജ്ജമാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ശ്രദ്ധിക്കണം. എല്ലാ പൊഴികളും ആവശ്യമായ അളവിൽ തുറന്ന് അധിക ജലം പുറത്തേക്ക് ഒഴുക്കണം. അത് മെയ് 25 മുമ്പ് ആ ജോലികൾ പൂർത്തീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രധാന റെഗുലേറ്ററുകൾ, സ്പിൽവേകൾ എന്നിവയുടെ മുൻപിലും പിറകിലുമുള്ള തടസ്സങ്ങൾ നീക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷട്ടറുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അണക്കെട്ടിലെ ജലം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ച റൂൾ കർവിന് മുകളിൽ എത്തുന്നില്ല എന്നുള്ളത് അത് പരിശോധിച്ച് കൃത്യമായി തന്നെ നിരീക്ഷണ സമിതി ഉറപ്പുവരുത്തണം. അതുപോലെ നഗരമേഖലകളിലെ വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അതിനുള്ള മുൻകരുതൽ എല്ലാം സ്വീകരിക്കണമെന്ന നിർദ്ദേശം കൂടി നൽകുന്നു. കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇന്നത്തെ അവലോകന യോഗത്തിന് ശേഷം. എന്താണെങ്കിലും ഈ കാലാവസ്ഥാ സാഹചര്യം കൂടി പരിശോധിച്ചാൽ സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഉയർന്ന താപനില തുടരാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട്, തൃശ്ശൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഈ 4 ജില്ലകളിൽ നൽകിയിട്ടുണ്ട്. 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എന്താണെങ്കിലും പാലക്കാടൊക്കെ ചുട്ടുപൊള്ളുന്ന സ്ഥിതിയുണ്ട്. നേരിയൊരു കുറവ് കഴിഞ്ഞ ദിവസം, അതായത് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ കഴിഞ്ഞ 4 ദിവസം രേഖപ്പെടുത്തിയിരുന്ന ചൂട് പാലക്കാട് ഇന്നലെ 39.7 ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത്. നേരിയൊരു കുറവ് മാത്രം രേഖപ്പെടുത്തുന്നു. പക്ഷേ ആളുകൾക്ക് അനുഭവവേദ്യമാകുന്ന ചൂടിന് ഒരു മാറ്റവുമില്ല. ചുട്ടുപൊള്ളുകയാണ് അക്ഷരാർത്ഥത്തിൽ ആ ജില്ലകളൊക്കെ. കർശനമായ ജാഗ്രത തുടരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അതുപോലെ ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഈ അവലോകന യോഗവും നിർദ്ദേശിച്ചിട്ടുണ്ട്. അലക്സ്, ഇതിപ്പോൾ 6 വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടണമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം വന്ന നിർദ്ദേശം രാവിലെ 7 മുതൽ 10 വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാം എന്നുള്ളതാണല്ലോ. അപ്പോൾ അതും പിൻവലിച്ചിട്ട് ഇപ്പോൾ പൂർണ്ണമായും അടച്ചിടണം എന്നുള്ളതാണ് നിർദ്ദേശം. വേണ്ടി വന്നാൽ ഒരുപക്ഷെ അതിന് മുകളിലേക്ക് ഈ നിർദ്ദേശം, നിയന്ത്രണങ്ങളൊക്കെ തുടരാനുള്ള സാധ്യതയുമുണ്ട് ചൂട് കൂടുകയാണെങ്കിൽ. കൂടാതെ ഇപ്പോൾ ട്യൂഷൻ സെന്റേഴ്സ്, എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ ഇതൊന്നും പ്രവർത്തിക്കരുത് എന്നൊക്കെയുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രത്യേകമായി വരുന്നുണ്ടോ? അടുത്ത ദിവസങ്ങളിലൊക്കെ പലയിടത്തും ക്ലാസ്സുകൾ തുടങ്ങാനിരിക്കുന്നു, പ്രത്യേകിച്ച് +2 ക്ലാസ്സുകളൊക്കെ. അനുജ, അത്തരം സെൻറ്ററുകളിലെ ക്രമീകരണത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിച്ചത്. അതായത് രാവിലെ
തന്നെ ഏതാണ്ട് 7 മണി മുതൽ 10 മണിക്കുള്ളിൽ ആ ക്ലാസുകൾ തീരുന്ന മുറയ്ക്ക് അത് ക്രമീകരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അത് പ്രധാനമായി ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ്. മെയ് 6 വരെ ഈ കടുത്ത ചൂട് സംസ്ഥാനത്ത് തുടരുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടണം എന്ന് തന്നെയാണ് നിർദ്ദേശം. അത് പകൽ സമയത്ത് തുറക്കണമെന്നുള്ളതല്ല, അല്ലെങ്കിൽ 10 മണി വരെ തുറക്കണമെന്നുള്ളതല്ല, അതെല്ലാം അടച്ചിടും. മറ്റു സ്ഥാപനങ്ങൾ, ട്യൂഷൻ അടക്കമുള്ള കാര്യങ്ങൾ പകൽ സമയത്ത്, അതായത് രാവിലെ 3 മണിക്കൂർ 7 മണി മുതൽ 10 മണി വരെക്കുള്ളിൽ ക്രമീകരിക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശമായി വരുന്നത്. മറ്റ് ഈ എൻട്രൻസ് കോച്ചിങ് അടക്കമുള്ള സ്ഥാപനങ്ങളിലും സമാനമായി തന്നെ നിയന്ത്രണങ്ങൾ വരാനാണ് സാധ്യത. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ദിവസം ഒരുപക്ഷെ വിദ്യാഭ്യാസ മന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരും സംബന്ധിച്ച് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ അവർക്ക് ഈ എൻട്രൻസും അടക്കമുള്ള ക്ലാസുകൾ എപ്പോഴും പുരോഗമിക്കുന്നുണ്ട്, പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ കടുത്ത ചൂട് അത് തുടരുന്നതിനാൽ അവരുടെ ക്ലാസുകൾ പോലും ഈ പകൽ അത് ക്രമീകരിക്കണം. രാവിലെ 7-നോ 10-നോ അതിനുള്ളിലോ അല്ലെങ്കിൽ വൈകുന്നേരത്തിനുള്ളിലോ ഒക്കെ ക്രമീകരിക്കണം. പകൽ ഇത് ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളതാണെങ്കിൽ അതൊരു പക്ഷേ അടുത്ത ദിവസം മുതൽ ഒരുപക്ഷെ കർശനമായ നിയന്ത്രണം അതിൽ വന്നേക്കാം. അനുജ, കനത്ത ചൂടിനെ തുടർന്നാണ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മാസം 6 വരെ അടച്ചിടാനുള്ള കർക്കശമായ നിർദ്ദേശം സർക്കാർ നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. കൂടാതെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുകയാണ് പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിൽ. സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ 2 മരണം. മലപ്പുറത്തും കോഴിക്കോട്ടുമാണ് മരണമുണ്ടായത്. മലപ്പുറം പടിഞ്ഞാറ്റുമുറി സ്വദേശി മുഹമ്മദ് ഹനീഫയും കോഴിക്കോട് പന്ന്യങ്കര സ്വദേശി വിജേഷുമാണ് മരിച്ചത്. അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങളുമായി. അഭിജിത്ത്, കൂടുതലായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുജ, കേരളം ചുട്ടുപൊള്ളുകയാണ്. ക്രമാതീതമായി ചൂടുയരുന്നൊരു സാഹചര്യമുണ്ട്. ഇതിനിടയിൽ ആശങ്കയേറ്റിക്കൊണ്ടാണ് ഈ സൂര്യാഘാതമേറ്റുള്ള മരണങ്ങളുടെ വിവരം പുറത്തു വരുന്നത്. അതിലൊന്ന് ഈ മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് ഹനീഫയുടെ മരണമാണ്. വയലിൽ ജോലി ചെയ്യുന്നതിനിടെ ഇദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. മറ്റൊന്ന് കോഴിക്കോട് പന്നിയങ്കര സ്വദേശിയായ വിജേഷിൻ്റെതാണ്. അദ്ദേഹം ഒരു ചെറുപ്പക്കാരൻ കൂടിയാണ്, പെയിൻറ്റിംഗ് തൊഴിലാളിയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇദ്ദേഹം തൻ്റെ ജോലി ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീഴുന്നത്. ഉടൻ തന്നെ കൂട്ടുകാരൊക്കെ ചേർന്ന് അദ്ദേഹത്തെ ബീച്ച് ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ഈ അല്പം ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ളതിനാലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചത്. പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിൻ്റെയും മരണം സംഭവിക്കുന്നത്. അങ്ങനെ ഇന്ന് സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് 2 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. അത് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കണക്കുമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ചൂട് ക്രമാതീതമായി ഉയരുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇത്തരം ഈ സൂര്യാഘാതമേറ്റുള്ള മരണം വരുന്ന സാഹചര്യങ്ങളിൽ ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ, പ്രത്യേകിച്ച് ഈ രാവിലെ ഈ 12 മണിയോടടുപ്പിച്ചുള്ള സമയങ്ങളിൽ ഈ പുറത്തിറങ്ങി ജോലി ചെയ്യുന്നതൊക്കെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുജ, സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മലപ്പുറത്തും കോഴിക്കോട്ടുമാണ് മരണമുണ്ടായത്. സഹകരണ ബാങ്കിലെ നിക്ഷേപം ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഗൃഹനാഥൻ മരിച്ചു. നെയ്യാറ്റിൻകര മരുതത്തൂർ സ്വദേശി സോമസാഗരമാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയുടെ കീഴിലാണ് നെയ്യാറ്റിൻകര പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്ക്. നിക്ഷേപിച്ച 5 ലക്ഷം രൂപ മടക്കി നൽകാത്തതിനാലാണ് സോമസാഗരം ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. 3 മാസം കൊണ്ട് ബാങ്കിൽ കയറി ഇറങ്ങി. അവർ ഇന്ന് തരാം, നാളെ തരാം, അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞ് അവർ വിടണ അല്ലാതെ ഒരു അനക്കവും ഇല്ല. പോലീസിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ഒരു അനക്കവും ഇല്ല. പണം കിട്ടാത്തതിൽ ചേട്ടന് വലിയ വിഷമം ഉണ്ടായിരുന്നല്ലേ? പ്രത്യേകിച്ച് മകളുടെ ആവശ്യത്തിനല്ലായിരുന്നു? മകളുടെ ആവശ്യത്തിന് വീട് പണിക്ക് വേണ്ടിയാണ് ഇട്ടിരുന്നത്. നൽകിയ വായ്പകൾ തിരിച്ചു കിട്ടാത്തതിനാൽ നിക്ഷേപകർക്ക് പണം നൽകാൻ കഴിഞ്ഞില്ല എന്നാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം. ലോണുകൾ തിരിച്ചു കിട്ടാത്ത ബുദ്ധിമുട്ടാണ്. മാക്സിമം ലോൺ എല്ലാം ലോണിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾ ഇതുവരെ ഞങ്ങളോട് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. വരുമ്പോൾ ഞങ്ങൾ വരുന്ന കളക്ഷന്റെ ഒരു ഭാഗം കൊടുക്കുമായിരുന്നു. പക്ഷേ ഇതുവരെയും ഇങ്ങനൊരു ഈ ഒരു രീതിയിലോട്ട് പോകുന്ന ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടും ഇല്ല. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഡെയിലി കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്, എപ്പോഴും വന്ന് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, മാഡം വരുമ്പോൾ പൈസ കൊടുക്കണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് ഞങ്ങൾ വരുമ്പോൾ കൊടുത്തിട്ടുമുണ്ട്. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി. അജീഷ്, ഏറ്റവും നിർഭാഗ്യകരമായ ഒരു കാര്യമാണ് സ്വന്തം പണം അത് തിരികെ എടുക്കാൻ പോകുമ്പോൾ അത് ലഭിക്കാത്തൊരവസ്ഥ. ഇതിൽ ബാങ്ക് നൽകുന്ന വിശദീകരണം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതുമാണ്. ഇതിപ്പോൾ എന്താണ് ഈ ബാങ്ക് അധികൃതർ കൂടുതലായി വ്യക്തമാക്കുന്നത്? കുടുംബാംഗങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്നുണ്ടോ? കൂടുതൽ നിക്ഷേപകർ ഇതേ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ടല്ലോ. അനുജ, ഈ
സോമസാഗരം ഇത്രയും കാലം ജീവിച്ചത് കൃഷിപ്പണി ചെയ്തും മേസ്തിരിപ്പണി ചെയ്തും ഒക്കെയാണ്. അതിൽ നിന്ന് മിച്ചം പിടിച്ച തുകയാണ് ഈ ബാങ്കിൽ 8 വർഷങ്ങൾക്ക് മുൻപ് നിക്ഷേപിച്ചത്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ മകളുടെ വിവാഹത്തിനും ഒപ്പം തന്നെ വീടിന്റെ അറ്റകുറ്റപ്പണിക്കുമായിട്ടാണ് ഈ പണം ആവശ്യപ്പെട്ട് 6 മാസങ്ങൾക്ക് മുമ്പ് സോമസാഗരം ഈ ബാങ്കിൽ ചെന്നത്. അപ്പോഴേക്കും അവരുടെ മറുപടി ഒരുമിച്ച് ഈ തുക നൽകാൻ കഴിയില്ല എന്നാണ്. ഗഡുക്കളായി ചെറിയ തുക വീതം നൽകാമെന്നായിരുന്നു ഈ ബാങ്ക് ജീവനക്കാരുടെ ഈ സോമസാഗരത്തോട് പറഞ്ഞത്. പക്ഷെ അത് സാധ്യമല്ല, മകളുടെ വിവാഹ ആവശ്യത്തിനാണ്, ഒരുമിച്ച് തന്നെ കിട്ടണമെന്നായിരുന്നു സോമസാഗരം ഈ ബാങ്ക് ജീവനക്കാരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഏപ്രിൽ മാസത്തിലും പിന്നീട് സോമസാഗരം അവിടെ പോയി. പക്ഷേ ഈ പണം കിട്ടാത്തതിന്റെ മനോവിഷമത്തിലാണ് ഏപ്രിൽ 19 അദ്ദേഹം കൃഷിയിടത്തിൽ വെച്ച് വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. തുടർന്ന് അവശനിലയിലായ അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ എത്തി ഈ ബന്ധുക്കൾ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ബാങ്ക് ജീവനക്കാർ വളരെ മോശമായ രീതിയിൽ തന്നോട് പെരുമാറി, പണം നൽകാൻ കഴിയില്ല, ഒരുമിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തോളൂ, പോലീസിൽ പരാതി കൊടുത്താലും സാധിക്കില്ല എന്നൊരു ആരോപണം ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഈ ബാങ്ക് സെക്രട്ടറിയോട് നമ്മൾ സംസാരിച്ചിരുന്നു. സെക്രട്ടറി നൽകുന്ന ഒരു വിശദീകരണം, ഈ ബാങ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ലോണിൽ നിന്ന് കിട്ടുന്ന പലിശയാണ്. പക്ഷേ ഈ കൊടുത്ത വായ്പകൾ ഒന്നും തന്നെ തിരിച്ചു കിട്ടുന്നില്ല. ഇതാണ് ഈ ബാങ്കിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം. മാത്രമല്ല, ഈ കരുവന്നൂർ കണ്ടല സഹകരണ ബാങ്കിന്റെയൊക്കെ വാർത്തകൾ, വിവാദങ്ങൾ പുറത്തു വന്ന സമയത്ത് നിക്ഷേപകർ ഒരുമിച്ച് പണം തിരികെ വേണമെന്നാവശ്യപ്പെട്ട് ബാങ്കിനെ സമീപിച്ചു. ഈ ഒരു സാഹചര്യം കൂടി ഉടലെടുത്തതോടെ ബാങ്കിന് പെട്ടെന്ന് പണം തിരികെ നൽകാൻ സാധിക്കാതെ വന്നു. ഈ വാർത്ത, ഈ സോമസാഗരത്തിന്റെ മരണത്തോടു കൂടി തന്നെ കൂടുതൽ നിക്ഷേപകർ ഇപ്പോൾ ഈ ബാങ്കിലേക്ക് പണം ആവശ്യപ്പെട്ട് എത്തുകയാണ്. കൂടുതലും ചെറിയ നിക്ഷേപങ്ങൾ ഉള്ളതാണ്. 1 ലക്ഷം, 2 ലക്ഷം, 50,000 ഒക്കെ ഉള്ള നിക്ഷേപകരാണ്. ഇവരെല്ലാം സാധാരണക്കാരാണ്, കൂലിപ്പണിക്കാരാണ്. പലരും ഈ വലിയ തുക നിക്ഷേപിച്ചവരുമുണ്ട്. ഇവർക്കൊന്നും തന്നെ പണം കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് വീട്ടിൽ തന്നെയാണ് സംസ്കാരങ്ങൾ നടക്കുക. പെരുമ്പഴൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെയാണ് ഗുരുതരമായ പരാതി ഉയർന്നിട്ടുള്ളത്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഗൃഹനാഥൻ മരണമടഞ്ഞു. കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തി. ഇപ്പോൾ തിരുവനന്തപുരം മേയർ KSRTC ബസ് ഡ്രൈവർ തർക്കത്തിൽ വിൻസെന്റ് MLA മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഇതെല്ലാം സംഭവിക്കാമെന്ന് ആ പോലീസ് ചെയ്യേണ്ട ജോലിയാണ്, അല്ലെങ്കിൽ ആ പോലീസ് നിയമപാലകന്മാരായിട്ടുള്ള നിയമം നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ ചെയ്യുമായിരുന്ന ജോലിയാണ് ഇവർ നിയമവിരുദ്ധമായ മാർഗത്തിലൂടെ ഇവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നിട്ട് ബഹുമാനായ MLA ആ വാഹനത്തിലേക്ക് കയറിയിട്ട് പറയുകയാണ്, ഈ ബസ്സിന് പോയില്ല. എന്നിട്ട് ഡ്രൈവറോട് പറയുന്നു, വണ്ടി ഒതുക്കിയിട് എന്ന് പറഞ്ഞിട്ട് കണ്ടക്ടറുടെ സീറ്റിലിരുന്ന് വണ്ടി ഒതുക്കിയിടെന്ന് പറഞ്ഞിട്ട് ഇനി വണ്ടി മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞിരിക്കുക. എന്നിട്ട് ബഹുമാനപ്പെട്ട A. റഹീം MP ഇന്ന് പറഞ്ഞിരിക്കുന്നത്, ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് തമ്പാനൂർ വരെ യാത്ര ചെയ്യാനാണ് നമ്മുടെ MLA കയറിയെന്നാണ്. ഒരു കാറിൽ വന്ന MLA അവിടെ നിർത്തിയിട്ട് ബസ്സിൽ കയറി അദ്ദേഹത്തിന് തോന്നുകയാണ്, എന്നാൽ എന്നെ ടിക്കറ്റ് എടുത്ത് ബസ്സിൽ യാത്ര ചെയ്തിട്ട് ഒരുപാട് ദിവസമായി, എന്നാൽ പിന്നെ നമുക്കൊന്ന് ബസ്സിൽ കയറി തമ്പാനൂർ വരെ യാത്ര ചെയ്ത് കളയാം എന്ന് കരുതിയാണ്. എത്ര അപഹാസ്യമായ ഒരു ന്യായീകരണമാണ് ഒരു രാജ്യസഭാ അംഗത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഏഷ്യാനെറ്റിനോടാണ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, A. റഹീം MP യാണ് ഈ കണ്ടക്ടർ ആദ്യമായി വിളിക്കുന്നത്. A. റഹീം MP. ഇന്ന് കണ്ടക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, MLA ബസ്സിനുള്ളിൽ കയറിയിട്ട് ടിക്കറ്റ് ചോദിച്ചു എന്നുള്ളതാണ്. അതാണ് കണ്ടക്ടർ ഭാഷ്യം. അതാണ് ഇദ്ദേഹം പറഞ്ഞതാണോ, ആരെങ്കിലും പറഞ്ഞു കൊടുത്താണോ? പക്ഷെ ആര് പറഞ്ഞു കൊടുത്താലും അതുപോലെ പറയാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് കണ്ടക്ടർ നമുക്ക് മനസ്സിലാവും. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് പോലീസിലോ അതല്ലെങ്കിൽ KSRTCയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് ചെയ്യേണ്ടുന്ന കണ്ടക്ടർ നേരെ പറഞ്ഞിരിക്കുന്നത് രാജ്യസഭാ അംഗമായിട്ടുള്ള ശ്രീ A. റഹീമിനോടാണ്. അദ്ദേഹമാണ് ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. എന്നിട്ട് ഇന്ന് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആവർത്തിക്കാം. കാരണം അന്ന് ഒരു സോറി പറയണമെന്ന് കണ്ടക്ടർ ഡ്രൈവറോട് പറഞ്ഞു. സോറി പറഞ്ഞാൽ തീരും. ഇത്
രാജ്യസഭാംഗമായിട്ടുള്ള ശ്രീ എ റഹീം അദ്ദേഹത്തോട് പറഞ്ഞതാണ്. 2, അടുത്ത കാര്യം, KSRTCയുടെ ബസ്സിലെ CCTVയിൽ നിന്നുള്ള മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു. ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്ന വിവരം അടുത്ത ദിവസം രാവിലെ അത് ഇൻസ്പെക്ടർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അടുത്ത ദിവസം രാവിലെ ഈ ബസ് ഈ സംഭവത്തിന് ശേഷം ഏകദേശം 3-4 മണിക്കൂർ ഈ ബസ് പാളയത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ ബസ് 3 മണിയോട് കൂടിയിട്ടാണ് തമ്പാനൂർ സ്റ്റേഷനിൽ എത്തുന്നത്. അവിടുത്തെ ചെക്ക് ലിസ്റ്റിൽ എഴുതി വച്ചിരിക്കുന്നത് 3 മണിക്ക് ഡ്രൈവർ യദു ബസ് കൊണ്ടെത്തും എന്നുള്ളതാണ്. അപ്പോൾ ഡ്രൈവർ യദു ഇരിക്കുന്നത് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ്. 10:30 മണി മുതൽ കന്റോൺമെന്റ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന യദു 3 മണിക്ക് ഈ ബസ് കൊണ്ട് തമ്പാനൂരിലിട്ടു എന്ന് ചെക്ക് ലിസ്റ്റിൽ എഴുതി വെച്ചിരിക്കുകയാണ്. 3 മണിക്ക് ബസ് അവിടെ കൊണ്ടിടുന്നത്. ഇത് വളരെ ദുരൂഹമായിട്ടാണ് തോന്നുന്നത്. ഒരു സിനിമയിലെ ഉമ്പിടി 2 സ്ഥലത്തും കാണുന്നത് പോലെയാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാകാൻ. ഈ 3-4 മണിക്കൂർ ബസ് ഇവിടെ കിടന്ന സമയത്ത് ഇതെടുത്തിരുന്നില്ലേ? ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അന്ന് ആ ബസ്സിന് സമീപം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായിരുന്നോ? ഡ്രൈവർ യദുവിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ആദ്യം കൊണ്ടുപോയത് മെഡിക്കൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മെഡിക്കൽ എടുത്ത് മടങ്ങി ഈ ബസ്സിനടുത്ത് വന്ന അദ്ദേഹത്തിന്റെ ബാഗ് പോലീസിന്റെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം ബാഗ് എടുക്കുന്നത്. പക്ഷെ അപ്പോൾ കണ്ടക്ടർ അവിടെ ഉണ്ടായിരുന്നു. കണ്ടക്ടർ യദുവിനോട് പറഞ്ഞത് MLA അല്പസമയം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് കണ്ടക്ടർ യദുവിനോടും പറഞ്ഞിട്ടുള്ളത്. ഈ പുലർച്ചെ 3 മണിക്ക് ബസ് തമ്പാനൂര് ബസ് സ്റ്റാൻഡിലെത്തുന്നു. 3 മണി കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ട്രിപ്പ് പോവുകയും ചെയ്യുക. ഒന്ന്, ഈ സമയത്തിനുള്ളിൽ ഇത് പോയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണവും നടക്കുന്നില്ല. 2, ഈ സംഭവം നടന്നപ്പോൾ തന്നെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണം എന്ന് ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരനോട് ആവശ്യപ്പെടുകയും അയാൾ ഡിലീറ്റ് ചെയ്തു എന്ന് മാത്രമല്ല ട്രാഷിൽ നിന്ന് വരെ അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും KSRTC ബസ്സിനകത്ത് CCTV ക്യാമറയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് MLA ബസ്സിനകത്ത് കയറിയിട്ടുള്ളത്. അതിനുശേഷമാണ് CCTVയുടെ മെമ്മറി കാർഡ് നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഞാൻ ന്യായമായി സംശയിക്കാം. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ പോലീസിന് രൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് വിൻസെന്റ് MLA. തിരികെ ലൈവ് ന്യൂസിലേക്ക്. SNC ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയത് ചോദ്യം ചെയ്ത് CBI സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്നും പരിഗണിച്ചില്ല. മറ്റ് കേസുകളിൽ നടപടി നീണ്ടുപോകുന്നതിനാലാണ് ഹർജി പരിഗണിക്കാത്തത്. R രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. RK, ഇന്നലത്തെ അതേ സാഹചര്യമായിരുന്നു ഇന്നും? തീർച്ചയായിട്ടും ആണ് അനുജ. ഇന്നലത്തെ അതേ സാഹചര്യം തന്നെയാണ് ഇന്നും ആയിട്ടുള്ളത്. ഇന്നും 101ാമത്തെ കേസാണ് ഇപ്പോഴും കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതി ആ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കേസുകൾ ഇന്ന് പരിഗണിക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു. 110ാമത്തെ കേസായിട്ടാണ് ലാവ്ലിൻ കേസ് ലിസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് ഈ 101ാമത്തെ കേസിലെ വാദം പൂർത്തിയാക്കാൻ ഇതൊരു മഹാരാഷ്ട്രയിലെ ഒരു കേസാണ്. ആ കേസിലുള്ള വാദം പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് ഇന്ന് ഈ കേസ് പരിഗണനയ്ക്കെടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. ഒരു പക്ഷേ അടുത്ത ആഴ്ച വീണ്ടും ഈ ലിസ്റ്റ് ആവർത്തിക്കാനായിട്ടുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ദിവസം ലാവ്ലിൻ കേസ് വീണ്ടും ലിസ്റ്റ് ചെയ്യപ്പെടും.
ലാവ്ലിൻ കേസ് ഇന്നും സുപ്രീംകോടതി പരിഗണിച്ചില്ല. മന്ത്രിസഭായോഗത്തിൽ നിന്നുണ്ടായ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്കാണ് ഇനി. മലപ്പുറത്ത് +1 സീറ്റ് വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. സർക്കാർ സ്കൂളിൽ 30%, എയ്ഡഡ് സ്കൂളിൽ 20% സീറ്റ് വർദ്ധിപ്പിക്കും. VA ഗിരീഷ് വിശദാംശങ്ങളുമായി. ഗിരീഷ്, കഴിഞ്ഞ വർഷം +1 സീറ്റുകൾ മലബാറിൽ മേഖലയിൽ ഇല്ലാത്തതിൻ്റെയൊക്കെ വിവാദം നമ്മൾക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ അതുകൂടി കണക്കിലെടുത്താണോ നേരത്തെയുള്ള തീരുമാനം? അനുജ, +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരിക്കുന്നത്. സർക്കാർ സ്കൂളിൽ 30%, എയ്ഡഡ് സ്കൂളിൽ 20% സീറ്റ് വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഈ പ്രവേശനത്തിലെ പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം നേരത്തെ തന്നെ തീരുമാനമെടുത്തത്. കഴിഞ്ഞ തവണത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇത്തവണയും സീറ്റ് വർധന ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇത് SSLC പരീക്ഷാഫലം വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ഈ സീറ്റ് വർധന പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രവേശനം തുടങ്ങുന്ന മുറയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായാൽ സീറ്റുകൾ വീണ്ടും വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പോലും പ്രവേശനം ലഭിച്ചില്ല എന്ന ആരോപണവും ആക്ഷേപവും ഉയർന്നിരുന്നു. ഇത് വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി പ്രവേശനത്തിൽ ഉണ്ടാക്കുകയും ചെയ്തു. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് പ്രവേശന നടപടികൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം മന്ത്രിസഭാ യോഗം എടുത്തത്. മലപ്പുറത്താണ് +1 സീറ്റുകൾ കൂട്ടാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായത്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ടെസ്റ്റുകൾ ബഹിഷ്കരിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം. മലപ്പുറത്ത് പരിശോധന നടത്തുന്ന ഗ്രൗണ്ട് പൂട്ടിയിട്ടു. തിരുവനന്തപുരം മുട്ടത്തറയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്നവരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസും സമരക്കാരും തമ്മിൽ തർക്കമുണ്ടായി. കൊച്ചിയിൽ ടെസ്റ്റിൽ പങ്കെടുക്കേണ്ട 30 പേരും എത്താത്തതിനാൽ RTO ഉദ്യോഗസ്ഥർ മടങ്ങി. പുതിയ വണ്ടി എടുത്താൽ കൊടുക്കുന്ന റോഡ് ഈ കട്ടർ റോഡ്, അഴുക്ക റോഡ്, 10 ദിവസം ആവുന്നതിന് മുമ്പേ വണ്ടി കട്ടപ്പുറത്ത് കയറും. ഇതിന്റെ പണി പൈസ ആര് തരും? സർക്കാർ തരുമോ? മന്ത്രിക്ക് പലതും പറയാം. മന്ത്രിക്ക് പലതും പറയാം. മന്ത്രി പറഞ്ഞല്ലോ മന്ത്രി ഗൾഫിലാണ് എടുത്തതെന്ന്. ഇവിടെയുള്ള ആളുകൾക്ക് അത്രയും ഗൾഫിൽ പോയി എടുക്കാനുള്ള നിവൃത്തിയുണ്ടോ? ഇവിടെയല്ലേ ഉള്ളൂ. നമ്മൾ എങ്ങനെയാണോ ഈ പെണ്ണുങ്ങൾ ഇതുപോലെ പോയി, നമുക്ക് മറ്റുള്ളവർ ആണുങ്ങൾ പറഞ്ഞോട്ടെ, പക്ഷെ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും പറ്റൂല. ഗിയറുള്ള വണ്ടി ഓട്ടിക്കണമെന്നാണ് പറയണത്. 60 വയസ്സായ സ്ത്രീനെ ഞങ്ങൾ ബുള്ളറ്റ് കയറ്റി വിടട്ടോ? ഇതൊക്കെ ഒരു ന്യായം ഇല്ല കുട്ടി പറയണേന് ഇവർക്ക്. ഡ്രൈവിംഗ് ടെസ്റ്റിലെ പുതിയ പരിഷ്കാരങ്ങൾ കോടതി പറഞ്ഞാൽ പിൻവലിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. 4 മിനിറ്റ് കൊണ്ട് ലൈസൻസ് നൽകണമെന്ന് കോടതി പറഞ്ഞാൽ അനുസരിക്കുമെന്ന് മന്ത്രി 24നോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ് 4 മിനിറ്റ് കൊണ്ടും 3 മിനിറ്റ് കൊണ്ടും ഒരു ലൈസൻസ് കൊടുത്ത് തീർത്തേക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് തന്നാൽ ഞാൻ തീർച്ചയായിട്ടും അനുസരിക്കാം. ഇവർ പ്രതിഷേധിച്ചോട്ടെ. എനിക്ക് ഈഗോ പ്രശ്നമൊന്നുമില്ല. എന്റെ സ്വന്തം കണ്ടുപിടുത്തമൊന്നുമല്ലല്ലോ ഇത്. പക്ഷെ ഞാൻ പറയുന്നത് കേരളത്തിലെ റോഡിൽ നടന്നു പോകുന്ന സ്കൂട്ടറിൽ പോകുന്ന പാവങ്ങളെ കുറിച്ചാണ്. മരിക്കുന്ന ദിവസം നമ്മൾ കൂടെ കരയാറുണ്ട്. മരിച്ചു, ആ കുടുംബം താറുമാറി പോയി. വീടിന്റെ നാഥനായിരുന്ന ആൾ ആക്സിഡന്റിൽ മരിച്ചു. അതിനെ തുടർന്ന് ആ കുടുംബം വഴിയാധാരമാകാറുണ്ട്. നമ്മൾ അതിനെപ്പറ്റി ആരും ചിന്തിക്കാറില്ല. ഇതൊരു അനീതിയാണ്, ഇതൊരു അഴിമതിയാണ്. ഇതിനെതിരായിട്ടാണ് ഗണേഷ് കുമാറിന്റെ നിലപാട്. അതിനെതിരെ ജനങ്ങൾക്ക് നിലപാട് വേണം എടുക്കാൻ, അനുകൂലിച്ച് നിലപാട്. കേരളത്തിലെ ജനങ്ങളോടും മാധ്യമങ്ങളോടും എനിക്ക് പറയാനുണ്ട്, ഈ തെറ്റിന് കൂട്ടു നിൽക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മനുഷ്യജീവന് വിലയുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഞാൻ KSRTCയിൽ മദ്യം നിരോധിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി മദ്യപരിശോധന നടത്തി. 35-36 ആക്സിഡന്റാണ് ഒരാഴ്ചയിൽ നടന്നത്. കൊന്നുകൊണ്ടിരുന്ന 6 പേരെ, 5 പേരെ, 7 പേരെയാണ് മരിച്ചുകൊണ്ടിരുന്നത്. KSRTC ഇടിച്ചു മാത്രം കേരളത്തിൽ. പക്ഷേ മദ്യം പരിശോധിക്കാൻ തുടങ്ങിയ ശേഷം 25 ആക്സിഡന്റ് ആണ് ഒരാഴ്ചയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ മരണം എന്ന് പറയുന്ന 0 ആണ് മനസ്സിലാക്കണം. മരണം 0 ആയി. കാസർകോട്ട് ഈ മാസം 24-ാം തീയതി വരെയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റുകൾ റദ്ദാക്കി. കോവിഡ് വ്യാപനം കാരണം എന്ന വിശദീകരണമാണ് അപേക്ഷകർക്ക് ലഭിച്ചത്. അഖിൽ ഷാ ആൻസർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അഖിൽ ഷാ, ഇതിൽ പല നിർദ്ദേശങ്ങളുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളുടെ നവീകരണം, അതുപോലെ ടെസ്റ്റുകളുടെ എണ്ണം വെട്ടിക്കുറച്ച്, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇവർക്ക് അലോസരം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇതെന്താണ് ഈ CITU ഉൾപ്പെടെയുള്ള തൊഴിലാളി യൂണിയനുകളുടെ നിലപാട് എന്താണ്? ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു? സർക്കാർ ഇതിൽ പിന്നോട്ടില്ല, മന്ത്രി പറയുന്നത് അങ്ങനെ തന്നെയാണല്ലോ. അനുജ, ഈ CITUവിൻ്റെ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർക്കും ഒക്കെ ഏതാണ്ട് ഒരേ നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ. അതായത് ഈ പുതുതായി കൊണ്ടുവന്ന സർക്കുലർ അത് ഒരു തരത്തിലും അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ 2 കൂട്ടരും പ്രധാനമായും വ്യക്തമാക്കുന്നത്. ഈ സർക്കുലറിൽ ഏറ്റവും പ്രധാനമായുള്ള കാര്യം ഈ ഗ്രൗണ്ടുകളൊക്കെ ആധുനിക രീതിയിൽ സജ്ജമാക്കണം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. പക്ഷേ ഗ്രൗണ്ടുകളൊന്നും അത്തരത്തിൽ സജ്ജമാക്കിയിട്ടില്ല. അതിന് ഏറ്റവും പ്രധാനമായും അവർ പറയുന്നത് ഇത് ഈ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരും ഒക്കെ ചേർന്ന് തന്നെ ഇത് ആധുനിക രീതിയിലേക്ക് മാറണം. പക്ഷേ അത് വലിയ ചിലവ്
ചിലവുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ചെയ്യാൻ അവരെ കൊണ്ട് അവരുടെ സാമ്പത്തിക ശേഷി അതിനെ അനുവദിക്കുന്നില്ല. അത് പകരം സർക്കാർ തന്നെ അത് ചെയ്യേണ്ടതുണ്ടെന്നുള്ള കാര്യം CITയും അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരും മറ്റ് സംഘടനകളും ഒക്കെ പറയുന്നു. ഒപ്പം രണ്ടാമത്തെ കാര്യം, ഈ 15 വർഷത്തിന് ശേഷമുള്ള വാഹനങ്ങൾ ഒന്നും തന്നെ ടെസ്റ്റിന് നൽകാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ സർക്കുലറിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ കേരളത്തിൽ ആകെയുള്ള മുഴുവനുള്ള ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഏറ്റവും കൂടുതലുള്ളത് 15 വർഷം കഴിഞ്ഞ അല്ലെങ്കിൽ ഈ കാലാവധി കഴിഞ്ഞ വണ്ടികളാണ്. അത് ഇത്തരത്തിൽ പുതിയ വണ്ടികളിലേക്ക് മാറ്റുമ്പോൾ അത് വലിയ ചിലവ്, വലിയ നഷ്ടം ഇവർക്കുണ്ടാവും എന്നുള്ള കാര്യവും പറയുന്നു. ഇത്തരത്തിൽ ഏതാണ്ട് ഒരേ നിലപാടിലാണ് ഈ മുന്നണി ഈ പാർട്ടികളുമൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടായ പ്രതിഷേധമാണ് നമ്മൾ ഇന്ന് സംസ്ഥാനത്താകെ കണ്ടത്. അത് ഒരുമിച്ചുള്ള ഒരു പ്രതിഷേധം, വിവിധ സംഘടനകൾ അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരൊക്കെ ചേർന്നുള്ള ഒരു പ്രതിഷേധമാണ് കണ്ടത്. അത് വരും ദിവസങ്ങളിലും തുടരുമെന്ന് പറയുന്നു. ഈ സർക്കുലർ എന്ന് പിൻവലിക്കുന്നു അന്ന് വരെ ഈ പ്രതിഷേധങ്ങൾ തുടരും. അതിൽ നാളെയും നാളെയും മറ്റന്നാളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓരോ ഡ്രൈവിംഗ് സ്കൂൾ ഗ്രൗണ്ടുകളിലും അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിലും എത്തി ഇതിന്റെ ബഹിഷ്കരണം തുടരുമെന്നുള്ള കാര്യമാണ് സംയുക്ത സമരസമിതിയും പറയുന്നത്. അനുജ, ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനത്ത് വലിയ പ്രതിഷേധമുയർന്നിട്ടുള്ളത്. സർക്കുലർ പിൻവലിക്കുന്നത് വരെ സമരം തുടരുമെന്നുള്ളതാണ് നിലപാട്. മുംബൈ ഇന്ത്യൻസ് നായകൻ ഹർദിക് പാണ്ഡ്യയും സഹതാരം തിലക് വർമ്മയും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റമുണ്ടായതായി റിപ്പോർട്ട്. രോഹിത് ശർമ്മയും മുംബൈ ടീം ഉടമകളും ഇടപെട്ടാണ് ഇരുവരെയും പിരിച്ചത്. ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിന് ശേഷമായിരുന്നു സംഭവം. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് വിവരങ്ങളുമായി. അനിൽ, സംഭവിച്ചത് എന്താണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അനുജ, ഈ സീസൺ ഒട്ടും തന്നെ മുൻ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിന് അത്ര നല്ലതല്ല. തുടർ തോൽവികൾ നേരിട്ട് പ്ലേ ഓഫ് കാണാതെ പുറത്താവുന്നതിൻ്റെ വക്കിലാണ് മുംബൈ ഇന്ത്യൻസ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ സീസണിൻ്റെ തുടക്കത്തിൽ അവരുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കി കൊണ്ടുവന്നത് മുതൽ ടീമിൽ വലിയ സ്വാരസ്യങ്ങളുണ്ട്. ടീമിൽ 2 ഗ്രൂപ്പുകളുണ്ട് എന്ന തരത്തിലൊക്കെ തന്നെ വാർത്ത വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഏറ്റവും ഒടുവിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ 27 ഡൽഹിക്കെതിരായി നടന്ന മത്സരത്തിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അന്ന് ഡൽഹിയുടെ 257 റൺസ് എന്ന കൂറ്റൻ സ്കോർ പിന്തുടർന്ന് ടീം 247 വരെ എത്തി. ഒടുവിൽ പൊരുതി 10 റൺസിനായിരുന്നു അന്ന് ടീം തോറ്റത്. അന്ന് ആ മത്സരത്തിൽ തിളങ്ങിയത് അർദ്ധ സെഞ്ചുറിയുമായി തിലക് വർമ്മയാണ്. പക്ഷേ മത്സരത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ അവരുടെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ഈ താരത്തെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുകയാണ് ഉണ്ടായത്. അക്സർ പട്ടേലിനെതിരെ കളിക്കുന്നതിൽ ഒരു താരത്തിന് വീഴ്ച പറ്റി, അതാണ് തോൽവിക്ക് കാരണം എന്നാണ് പറഞ്ഞത്. അത് ആരാധകരെയും വലിയ രീതിയിൽ ചൊടിപ്പിക്കുകയാണ് ഉണ്ടായത്. അതായത് ഏറ്റവും നന്നായി കളിച്ച താരത്തെ പോലും തള്ളിപ്പറയുന്ന ഒരു തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന് ശേഷമാണ് ഡ്രസ്സിംഗ് റൂമിൽ ഇരു താരങ്ങളും തമ്മിൽ വാക്കേറ്റം ഉണ്ടായത്. വലിയ രീതിയിൽ ഈ ആർഗ്യുമെന്റ് പോവുകയും ഒടുവിൽ രോഹിത് ശർമ്മയും ടീം ഉടമകളായ നിത അംബാനിയും ഒക്കെ ചേർന്നാണ് ഇവരെയും പിരിച്ചുവിട്ടത് എന്നാണ് പറയുന്നത്. ടീമിൽ ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ 2 സ്പ്ലിറ്റ് ആയിരിക്കുന്നു. അല്ലെങ്കിൽ വലിയ രീതിയിൽ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസിന് നാണക്കേടാവുന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ക്യാപ്റ്റൻ തന്നെ സഹതാരങ്ങളിൽ വിശ്വാസമില്ലാതെ ഇരിക്കുന്നു. ഒപ്പം തന്നെ അവരെ കുറ്റം പറയുന്ന ഒരു ക്യാപ്റ്റൻ വേണോ എന്ന തരത്തിലൊക്കെ തന്നെ മുൻതാരങ്ങളൊക്കെ തന്നെ പരാതിയുമായി വന്നിരുന്നു, അല്ലെങ്കിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്തായാലും മുംബൈ ഇന്ത്യൻസിൽ കാര്യങ്ങൾ നല്ല രീതിയിലല്ല പോകുന്നു എന്ന് വെളിവാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുംബൈ ഇന്ത്യൻസിലാണ് താരങ്ങൾ തമ്മിലുള്ള വാക്കേറ്റം ഇപ്പോൾ വാർത്തയായത്. ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയും സഹതാരം തിലക് വർമ്മയും തമ്മിലുള്ള വാക്കേറ്റം വാർത്തയായി. വീണ്ടും ലൈവ് ന്യൂസിലേക്ക്. വടകരയിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമം നടക്കുന്നുവെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ നാളെ യൂത്ത് അലേർട്ട് പരിപാടി സംഘടിപ്പിക്കും. KK ശൈലജയെ അധിക്ഷേപിക്കാൻ ഒരു സംഘം പ്രവർത്തിച്ചുവെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ആരോപിച്ചു. വടകരയെ അങ്ങനെ ധ്രുവീകരിപ്പിക്കാൻ, 2 തട്ടിലാക്കാൻ ആരെയും അനുവദിക്കുകയില്ല എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് വടകര വർഗീയതയെ അതിജീവിക്കും യൂത്ത് അലേർട്ട് എന്ന പരിപാടിയുമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് വരാനുണ്ടായ കാരണം. വാട്സപ്പിലൂടെ നടക്കുന്ന പ്രചരണങ്ങൾ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും അതുപോലെ തന്നെ പൊതു ഗ്രൂപ്പുകളിലേക്കുമൊക്കെ കൊടുത്തുവിടുന്ന സന്ദേശങ്ങളെല്ലാം വർഗീയമായി ചേരിതിരിവുണ്ടാക്കാനുള്ളതായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു ബാക്കി പാത്രം അവിടെയൊക്കെ ഉണ്ടാകും എന്നുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ഭയം ഞങ്ങളിലുണ്ട്. അതുണ്ടാകരുത്, അങ്ങനെ വടകരയുടെ നന്മയെ തകർക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ക്യാമ്പയിൻ എടുക്കുന്നത്. തെറ്റ് ചെയ്ത KSRTC ഡ്രൈവറെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ ഒരു കൂട്ടം മാധ്യമങ്ങൾ വേട്ടയാടുകയാണെന്നും V വസീഫ് പറഞ്ഞു. ആ സമയത്ത് അവർക്ക് ഉണ്ടായ വലിയ പ്രയാസം, ആ പ്രയാസത്തിലുള്ള ഒരു സ്വാഭാവികമായ പ്രതികരണം, ആ പ്രതികരണത്തിൽ അവർ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അവരടിക്കാൻ അവരെ കൂടെ കുറച്ച് ആളുമുണ്ട്, 3-4 പേരില്ല വാഹനത്തിൽ, അവരെ മർദ്ദിക്കാൻ ഒന്നും പോയില്ലല്ലോ, സംസാരിക്കാണ്. നമ്മളൊക്കെ സംസാരിക്കാറില്ല അങ്ങനെ? ഈ വാഹനം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം റാഷ് ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സംസാരിക്കാറുണ്ട്. ആ സംസാരത്തിനിടയിൽ അവർ തന്നെ ചോദിക്കുന്നുണ്ടല്ലോ, ഇത് അവർ പുറത്തു വിട്ടല്ലോ, അവർ തന്നെ ചോദ്യം തുടങ്ങുന്നത് എങ്ങനെയാ, എന്താണ് ആംഗ്യം കാണിച്ചത് എന്നല്ലേ?
ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പിന്നെയും ഇത് ഒരു ഭാഗത്ത് മേയർ ഒരു 5 വർഷത്തെ ഇനിയും ഒരു 2 വർഷത്തെ കാലയുള്ള പോസ്റ്റല്ലേ, ഞങ്ങളുടെ DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ളൊരു പെൺകുട്ടിയല്ലേ, എന്തിനാണ് ഇങ്ങനെ അവരെ ആക്രമിക്കുന്നത്? രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, വർഗീയ ധ്രുവീകരണം എന്നുള്ള വിഷയം അത് തെരഞ്ഞെടുപ്പിന് ശേഷവും വീണ്ടും അവിടെ നിന്ന് ഉയർന്നു വരികയാണ്. കഴിഞ്ഞ ദിവസവും നമ്മൾ അതിൻ്റെയൊക്കെ പ്രതികരണങ്ങൾ കണ്ടു. ഒപ്പം മേയറുടെ വിഷയത്തിലുള്ള DYFIയുടെ പ്രതികരണം എന്താണ് വസീഫ് പറയുന്നത്? അനുജ, വടകരയിൽ UDFിന്റെ നേതൃത്വത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമം നടക്കുന്നതായി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ LDF ആരോപിച്ചിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷവും ആ ആരോപണത്തിൽ നിന്നും LDF പിന്മാറുന്നില്ല. നാളെ ഇപ്പോൾ DYFIയുടെ നേതൃത്വത്തിൽ അതൊരു ക്യാമ്പയിനായി ആരംഭിക്കാൻ പോവുകയാണ്. ആ ക്യാമ്പയിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് നാളെ യൂത്ത് അലേർട്ട് എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. വടകര നഗരത്തിലാണ്, വടകര പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ പരിപാടി നടക്കാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും വടകരയെ സംരക്ഷിക്കണം എന്നതാണ് ഈ മുദ്രാവാക്യം. വടകരയിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമം നടക്കുന്നു, ഇതിനെതിരെയാണ് പരിപാടി നടക്കുന്നത്. വടകരയെ 2 തട്ടിലാക്കാൻ അനുവദിക്കില്ല. KK ശൈലജയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ഒരു സംഘം ആളുകൾ ശ്രമിച്ചു എന്നും പറയുന്നു. അതിന് പിന്നിൽ UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലാണെന്ന് പറയുകയാണ്. ഷാഫി പറമ്പിലിന്റെ പിന്തുണയുമായി വ്യാജ ID കാർഡ് ഉണ്ടാക്കിയെന്ന് ആരോപിക്കുന്ന, അല്ലെങ്കിൽ ആ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടവും പിന്തുണ നൽകിയെന്ന് കൂടിയാണ് DYFIയുടെ ആരോപണം. അതുമായി ബന്ധപ്പെട്ട പ്രചാരണവുമായി മുന്നോട്ട് പോവുകയാണ് എന്താണെങ്കിലും DYFI. അതോടൊപ്പം തന്നെ ഈ മേയർ KSRTC തർക്കത്തിൽ മേയറെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് DYFI ചെയ്യുന്നത്. അത് സ്വാഭാവികമായി ഉണ്ടായ നടപടിയാണ്. ആരാണെങ്കിലും KSRTC ഡ്രൈവറുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു സമീപനം ഉണ്ടാകുമ്പോൾ ആരാണെങ്കിലും പ്രതികരിക്കും. അതിനെതിരെ സ്വാഭാവികമായി ഉണ്ടായ ഒരു നടപടിയാണ്. പക്ഷേ അത് മാധ്യമങ്ങൾ വളച്ചൊടുക്കുകയാണ്. മാധ്യമങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ കാര്യത്തെ വലിയൊരു വാർത്തയാക്കി ചിത്രീകരിക്കുകയാണ് എന്നുകൂടി DYFI പറഞ്ഞു വെക്കുന്നു. അനുജ, രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ഡ്രൈവർ തർക്കത്തിൽ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ കാണാതായതിൽ ദുരൂഹത തുടരുന്നു. KSRTCയുടെ പരാതിയിൽ തമ്പാനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഡ്രൈവറുമായുള്ള തർക്കത്തിനിടെ സച്ചിൻ ദേവ് MLA യാത്രക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കിവിട്ടുവെന്ന ആരോപണം ശുദ്ധ നുണയെന്ന് AR റഹീം MP പറഞ്ഞു. സച്ചിൻ ദേവ് കയറി ആ വാഹനത്തിൽ നിന്ന് എല്ലാവരും ഇറക്കി വിട്ടു. ശുദ്ധ നുണയാണ്. അയാൾ കയറിയിട്ട് ആവശ്യപ്പെട്ടത് എനിക്ക് കൂടി ഒരു ടിക്കറ്റ് ഇതാ, വണ്ടി നേരെ ഡിപ്പോയിലേക്ക് പോട്ടെ, ഇതാണ് അയാൾ ആവശ്യപ്പെട്ടത്. ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് അപ്രത്യക്ഷമായതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മേയറും സംഘവും ബസ് തടഞ്ഞെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. MG പ്രതീഷ് വിശദാംശങ്ങളുമായി. പ്രതീഷ്, മെമ്മറി കാർഡ് അപ്രത്യക്ഷമായതിലെ ദുരൂഹത തുടരുകയാണ്. അതിലെ പോലീസ് അന്വേഷണം എവിടെ വരെ എത്തി? വളരെ നിർണായകമായ ദൃശ്യങ്ങളുള്ള കാർഡാണല്ലോ, അപ്പോൾ അത് വളരെ വേഗം കണ്ടെത്തേണ്ടതുണ്ട്. എന്താണിതിന്, ആർക്കാണ് ഈ തരത്തിലേക്ക് മെമ്മറി കാർഡ് നഷ്ടമായതിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുക എന്ന ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നുണ്ടല്ലോ. അനുജ, മെമ്മറി കാർഡ് നഷ്ടമായ സംഭവത്തിൽ KSRTC നൽകിയ പരാതിയിൽ നിലവിൽ തമ്പാനൂർ പോലീസാണ് ഈ അന്വേഷണം നടത്തുന്നത്. ഈ മെമ്മറി കാർഡ് ആരെടുത്തു മാറ്റിയെന്ന കാര്യത്തിൽ ഇപ്പോഴും പോലീസിനോ KSRTCക്കോ കൃത്യമായൊരു വ്യക്തതയില്ല. കാരണം ഈ സംഭവശേഷം തിരികെ ഡിപ്പോയിലെത്തിയ ബസ് വീണ്ടും സർവീസിനായി പോയിരുന്നു. അതിനുശേഷമാണ് ഈ പോലീസ് പരിശോധിക്കാനായിട്ട് ഡിപ്പോയിലെത്തിയത്. ഈ പോലീസ് പരിശോധന സംബന്ധിച്ച് വലിയ വീഴ്ച ഉണ്ടായി എന്നതാണ് പ്രധാനമായും ഉയരുന്ന ആരോപണങ്ങളിലൊന്ന്. കാരണം ഈ സംഭവം നടന്ന 2 ദിവസങ്ങൾക്കിപ്പുറമാണ് ഈ CCTV ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ ബസ്സിനുള്ളിലെ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് എത്തിയത്. അതുകൊണ്ട് തന്നെ അതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നും KSRTCയുടെ ഭാഗത്ത് നിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ ഒരു ഇരട്ട നീതി ഉണ്ടെന്ന ഒരു ആരോപണം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. മേയറുടെ പരാതിയിൽ ഡ്രൈവർ യദുവിനെതിരെ കേസെടുത്തിരുന്നു. പക്ഷേ ഡ്രൈവർ നൽകിയ പരാതിയിൽ എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തതെന്നും ഈ CCTV ദൃശ്യങ്ങളിലടക്കം KSRTC ബസ് തടയുന്നത് വ്യക്തമാണല്ലോ എന്നുമാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ, അല്ലെങ്കിൽ ഈ തർക്കത്തിൽ ഒരു ഇരട്ട നീതി ഉണ്ട് എന്നും ഇവർക്കെതിരെ, മേയർക്കും സംഘത്തിനുമെതിരെ കേസെടുക്കണമെന്നും മെമ്മറി കാർഡ് നഷ്ടമായതിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുമാണ് പ്രതിപക്ഷം ആരോപിക്കുന്ന കാര്യം. അതേസമയം ഈ മേയർ ആര്യ രാജേന്ദ്രനെതിരായ
പരാതിയിൽ വലിയ തരത്തിലൊരു സൈബർ ആക്രമണം നടത്തുന്നുവെന്നതാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ ഇടതു നേതാക്കൾ പറയുന്ന കാര്യം. വലിയ തരത്തിലൊരു അധിക്ഷേപമാണ് മേയർക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ നിയമപരമായും രാഷ്ട്രീയപരമായും ഇതിനെ നേരിടുമെന്ന് യുവജന സംഘടനകളും പറയുന്നുണ്ട്. നിലവിൽ കന്റോൺമെന്റ് പോലീസാണ് മേയർ നൽകിയ ആദ്യ പരാതിയിൽ കേസ് എടുക്കുന്നത്. ഇപ്പോൾ നിലവിൽ സ്റ്റേഷൻ ജാമ്യത്തിലാണ് യദു ഉള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരിൽ നിന്ന് മൊഴിയടക്കം രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും അതിന്റെ തുടർ നടപടി ഉണ്ടാകുന്നത്. യദു നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം മതി കേസെടുക്കൽ എന്നതാണ് നിലവിൽ പോലീസിന്റെ രീതി. ഒപ്പം ഈ KSRTC CMDയുടെ തലത്തിലും ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. വൈകാതെ തന്നെ അതിന്റെ ഒരു റിപ്പോർട്ടും ഗതാഗത മന്ത്രിക്ക് കൈമാറും. അതിനുശേഷമായിരിക്കും ഇതിൽ കൃത്യമായൊരു സ്ഥിരീകരണം അല്ലെങ്കിൽ ഈ ഉണ്ടായ തർക്കം അല്ലെങ്കിൽ അതിൽ വീഴ്ച ആരുടെ ഭാഗത്ത് ഉണ്ടായി എന്നത് സംബന്ധിച്ചൊരു കൃത്യമായൊരു സ്ഥിരീകരണം പുറത്തു വരികയുള്ളൂ. അനുജ, മെമ്മറി കാർഡ് നഷ്ടമായതിലാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. മറ്റൊരു വാർത്ത, കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഒഴിവാക്കി. കോവിഷീൽഡ് വാക്സിന്റെ പാർശ്വഫലവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെയാണ് നടപടി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് ചിത്രം നീക്കിയതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ടിപ്പോൾ കാലം കുറച്ചായി. അപ്പോൾ ഈ വിശദീകരണം നിലനിൽക്കുന്നതല്ല. നിലവിലുണ്ടായിരിക്കുന്ന വിവാദങ്ങൾ തന്നെയാണ് ചിത്രം നീക്കാനുള്ള കാരണം എന്നുള്ളത് വ്യക്തമല്ലേ? അനുജ, അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. കാരണം 2 ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം ഇത്തരം ഒരു വിശദീകരണം നൽകുന്നത്. പക്ഷേ ആ വിശദീകരണം ദുർബലപ്പെടുത്തുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കോവിഷീൽഡുമായി ബന്ധപ്പെട്ട വിവാദം ഇതിനിടയിൽ ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നടപടിയെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുമ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2 ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ നടപടി എന്ന് ശ്രദ്ധേയമാണ്. കോവിഷീൽഡുമായി ബന്ധപ്പെട്ട ഈ വിവാദം അത് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രതിപക്ഷം ശക്തമായി തന്നെ ഉയർത്തുന്നുണ്ട്. അതേസമയം തന്നെ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ BJP ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു മറുപടിയും നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് ഭരണ നേട്ടമായി തന്നെ നരേന്ദ്രമോദി പല വേദികളിലും തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലടക്കം ഉയർത്തിയിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോഴത്തെ ഈ കോവിഷീൽഡുമായി ബന്ധപ്പെട്ട വിവാദം അത് രാഷ്ട്രീയമായി തന്നെ ഇപ്പോൾ കോൺഗ്രസും അതോടൊപ്പം മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഉയർത്തുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം ഒഴിവാക്കിയിരിക്കുന്നത്. ആരോഗ്യ മന്ത്രാലയം നൽകിയ മറ്റൊരു വിശദീകരണം 2022 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലും സമാനമായ നിലയിൽ തന്നെ പ്രധാനമന്ത്രിയുടെ ചിത്രം വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരം തീരുമാനമെന്നാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്നാണ് നരേന്ദ്രമോദിയുടെ ചിത്രം നീക്കിയത്. നിലവിൽ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് BJP ഇതിനെ ന്യായീകരിക്കുന്നത്. ലൈവ് ന്യൂസ് തുടരുന്നു. കർണാടകയിൽ ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ ഹാസൻ MP പ്രജ്വൽ രേവണ്ണയ്ക്കായി ലുക്കൌട്ട് സർക്കുലർ ഇറക്കി പ്രത്യേക അന്വേഷണ സംഘം. JDS നേതാവും NDA സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രാജ്യം വിട്ടു. കുറ്റവാളിക്ക് വേണ്ടി വോട്ട് തേടിയ നരേന്ദ്രമോദി രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. प्रज्वल रवन्ना 400 महिलाओं का रेप करता है, वीडियो बनाता है, इसको मैस रेप कहा जाता है और स्टेज में कर्नाटका के सामने प्रधानमंत्री मैस रेपिस्ट का समर्थन कर रहे हैं. जब प्रधानमंत्री आपसे वोट मांग रहे थे तो उनको मालूम था प्रज्वल रवन्ना ने क्या किया था. प्रधानमंत्री को हिंदुस्तान की हर महिला से माफी मांगनी चाहिए कि उन्होंने एक मैस रेपिस्ट को अपने स्टेज पर लाकर उसको समर्थन देने की बात की आपसे. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി. അരുൺ, കഴിഞ്ഞ ദിവസം സമൻസ് നൽകുന്നു. അപ്പോൾ അതിൽ ഹാജരാകാൻ കൂടുതൽ സമയം വേണമെന്ന ആവശ്യം. ഇപ്പോൾ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കുന്നു. ഈ വിഷയത്തിൽ ഏത് തരത്തിലേക്ക് അന്വേഷണം നടക്കുന്നുണ്ട് എന്നതാണ്. ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തി തെളിവുകളടക്കം ഇനി എടുക്കേണ്ടതുണ്ട്. ഫോണൊക്കെ കണ്ടെടുക്കേണ്ടതുണ്ട്. വളരെ നിർണായകമായ തെളിവുകൾ അതിൽ ഉള്ളതാണ്. ഈ വിഷയത്തിൽ NDA തന്ത്രപരമായി മൗനം സ്വീകരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ മൗനം, അതൊക്കെ കഴിഞ്ഞ ദിവസവും രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്. ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി തന്നെ കോൺഗ്രസ് ഉപയോഗിക്കുകയാണോ? അനുജ, തീർച്ചയായിട്ടും ഈ കേസ് സംബന്ധിച്ച് പറഞ്ഞാൽ പ്രജ്വൽ രേവണ്ണയെ നാട്ടിലെത്തിക്കാതെ ഈ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. അതിൽ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവ് പ്രജ്വൽ രേവണ്ണയുടെ മൊബൈൽ ഫോണാണ്. ആ മൊബൈൽ ഫോണിലാണ്
ഇത്തരം ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഫോൺ പ്രജ്വൽ രേവണ്ണയെ നാട്ടിലെത്തിച്ച് ഈ ഫോൺ ഉൾപ്പെടെ മറ്റുപകരണങ്ങൾ ഉൾപ്പെടെ അത് പിടിച്ചെടുക്കുക എന്നുള്ളത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു കടമ്പയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ. ആദ്യം നോട്ടീസ് നൽകുന്നു. പ്രജ്വൽ രേവണ്ണയ്ക്കും പിതാവ് HD രേവണ്ണയ്ക്കും ഇതിൽ നോട്ടീസ് നൽകുന്നു. ആ നോട്ടീസിന് മറുപടിയായി പ്രജ്വൽ പറഞ്ഞത് 7 ദിവസത്തെ സാവകാശം വേണമെന്ന ഒരു മറുപടിയാണ് അഭിഭാഷകൻ മുഖേന അന്വേഷണ സംഘത്തെ അറിയിച്ചത്. എന്നാൽ അത് അംഗീകരിക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. 7 ദിവസം എന്നുള്ളത് അത് പിന്നീടും നീട്ടാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ തെളിവുകൾ നശിപ്പിച്ച് കളയാനുള്ള സാധ്യത കൂടി അന്വേഷണ സംഘം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ പെട്ടെന്നുള്ളൊരു നടപടി എന്ന തരത്തിലാണ് ഇപ്പോൾ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുള്ളത്. പ്രജ്വലിനെ സമ്മർദ്ദം ചെലുത്തി നാട്ടിലെത്തിക്കുക, കർണാടകയിൽ എത്തിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ഇതിന്റെ രാഷ്ട്രീയത്തിലേക്ക് കടന്നാൽ ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി ഇതിനകം തന്നെ മാറിയിട്ടുണ്ട്. കോൺഗ്രസ് അത് ദേശീയ തലത്തിൽ ഈ വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിന്റെ എല്ലാ പ്രചാരണ വേദികളിലും കർണാടകയിൽ മാത്രമല്ല ദേശീയ തലത്തിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ പ്രജ്വൽ രേവണ്ണയുടെ ഈ ലൈംഗിക അതിക്രമ കേസ് അവർ മുഖ്യ ഒരു ചർച്ചാ വിഷയമാക്കി പ്രചാരണ വേദികളിൽ കൊണ്ടുവരുന്നു. അത് BJP, അതായത് പ്രധാനമന്ത്രി ഹാസൻ മണ്ഡലത്തിൽ പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി പ്രചാരണത്തിനെത്തിയതാണ്, ക്യാമ്പയിൻ എത്തിയതാണ്. ഇത് നേരത്തെ തന്നെ BJPക്ക് അറിയാം. BJP സംസ്ഥാന നേതൃത്വത്തിന് ഈ പരാതി സംബന്ധിച്ച് പ്രാദേശിക ഘടകം, അവിടുത്തെ പ്രാദേശിക നേതാവ് കത്തയച്ചുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം, NDA സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതിരോധിക്കുക എന്നുള്ളത് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മൗനം തുടരുകയും ചെയ്യുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമില്ല. അനുജ, പ്രജ്വൽ രേവണ്ണയ്ക്കായി ലുക്കൌട്ട് സർക്കുലർ ഇറക്കി പ്രത്യേക അന്വേഷണ സംഘം. KSRTC പത്തനാപുരം ഡിപ്പോയിലെ കൂട്ടാവധിയിൽ 14 ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി. 4 പേരെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും 10 പേരെ സ്ഥലം മാറ്റുകയും ചെയ്തു. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, കൂട്ടാവധിയുടെ സാഹചര്യം എന്താണ്? അവർക്കെതിരെ ഉണ്ടായ നടപടിയുടെ വിവരങ്ങൾ. അനുജ, ഏപ്രിൽ 29, 30 തീയതികളിലാണ് പത്തനാപുരം ഡിപ്പോയിലെ ജീവനക്കാർ കൂട്ട അവധിയെടുത്തത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഡ്യൂട്ടിയിൽ കയറാതെ ഇരിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ KSRTC CMDയുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. 14 ജീവനക്കാർക്കെതിരെയാണ് നടപടി. ഇതിൽ 10 ജീവനക്കാരെ സ്ഥലം മാറ്റുകയും 4 ജീവനക്കാരെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ മുന്നറിയിപ്പില്ലാതെ അനധികൃതമായി ജീവനക്കാർ അവധിയെടുത്തതോടുകൂടി തന്നെ നിരവധി സർവീസുകൾ റദ്ദ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി എന്നതാണ് KSRTC വിശദീകരിക്കുന്ന കാര്യം. ഒപ്പം കോർപ്പറേഷന് 1,88,665 രൂപയുടെ നഷ്ടവും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല പൊതുജനങ്ങൾക്കടക്കം വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇതുകൂടി പരിഗണിച്ചാണ് ജീവനക്കാർക്കെതിരെ ഒരു നടപടി എടുത്തിരിക്കുന്നത്. ഇത്തരം പ്രവണതകൾ ആവർത്തിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഇനിയും ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ നടപടി സ്വീകരിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പിൽ KSRTC CMD വ്യക്തമാക്കുന്നത്. അനുജ, പത്തനാപുരം ഡിപ്പോയിലെ ജീവനക്കാരുടെ കൂട്ടാവധിക്കാണ് ഇപ്പോൾ KSRTCയിൽ നടപടിയുണ്ടായത്. വിദ്വേഷ പരാമർശം തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സർക്കാർ കരാറുകളിലും മുസ്ലിങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തുമെന്നാണ് പുതിയ ആരോപണം. കോൺഗ്രസ് ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രധാനമന്ത്രി ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, നേരത്തെയും തെലങ്കാനയിലൊക്കെ ഉൾപ്പെടെ OBC സംവരണമൊക്കെ എടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകുകയാണ് കോൺഗ്രസിന്റെ പദ്ധതി എന്നൊക്കെ തരത്തിൽ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ തരത്തിലേക്കൊക്കെയുള്ള പരാമർശങ്ങൾ അദ്ദേഹം തുടരുകയാണ്. ഗുജറാത്തിൽ നടത്തിയ റാലിയിൽ എന്താണ് പറയുന്നത്? പുതിയ ഒരു ആരോപണമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഗുജറാത്തിലെ സുരേന്ദ്രനഗറിൽ വെച്ച് നടത്തിയിട്ടുള്ളത്. സംവരണം അത് മതം അനുസരിച്ചാണ്. പക്ഷേ അത് സാധാരണ ഉള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് സർക്കാർ കരാറുകൾക്കും ഇതുപോലെ മതം നോക്കി കോൺട്രാക്ട് നൽകുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ ഒരു കോട്ട കോൺഗ്രസ് നൽകാൻ വേണ്ടി പോവുകയാണ് എന്നൊരു ആരോപണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നത്. അതിനോടൊപ്പം തന്നെ മല്ലികാർജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ വെച്ച് നടത്തിയ പ്രചാരണ റാലിയിലെ പ്രസംഗത്തിലെ ഒരു ഭാഗം അടർത്തിയെടുത്തും അദ്ദേഹം വിമർശനം നടത്തുന്നു. ശിവഭക്തരെയും വിഷ്ണു ഭക്തരെയും തമ്മിലടിപ്പിക്കുന്നതാണ് കോൺഗ്രസിന്റെ നയം. അതിനാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മുഗളന്മാർ പല കാലഘട്ടങ്ങളിലും അതിന് ശ്രമിച്ചെങ്കിലും ഹിന്ദു സമുദായത്തെ തകർക്കാൻ അവർക്ക് പോലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഇത്തരം ശ്രമങ്ങളെയൊക്കെ ചെറുക്കും എന്നും അദ്ദേഹം പറയുന്നു. ചുരുക്കത്തിൽ മതപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയൂന്നിയുള്ള അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുള്ള പ്രചാരണത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വിദ്വേഷ പരാമർശങ്ങളിൽ ഊന്നിയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം, അതിന്റെ വിവരങ്ങളാണ് ശ്രീനാഥ് ചന്ദ്രൻ നൽകിയത്.
നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കാനിരിക്കെ അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ AICC ആസ്ഥാനത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. വയനാട്ടിന് പുറമെ അമേഠിയിലോ റായ്ബറേലിയിലോ രാഹുൽ ഗാന്ധി മത്സരിച്ചേക്കും. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, പ്രഖ്യാപനം എപ്പോഴുണ്ടാകും? പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മത്സരിക്കുന്നതിൽ തീരുമാനമായോ? അനുജ, പ്രഖ്യാപനം ഉച്ചയോടുകൂടി ഉണ്ടാകുമെന്നായിരുന്നു AICC നേതാക്കൾ നേരത്തെ വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോൾ ഇന്ന് വൈകിട്ടോടുകൂടി മാത്രമേ പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ആയിരിക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. നേരത്തെ ജയറാം രമേശ് വ്യക്തമാക്കിയത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി മത്സരരംഗത്ത് ഉണ്ടാകണമെന്നാണ് കോൺഗ്രസിന്റെ ആഗ്രഹമെന്നാണ് വ്യക്തമാക്കിയത്. എന്തായാലും ഇരുവരുടെയും മത്സരരംഗത്ത് ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് ഉത്തർപ്രദേശ് ഘടകം വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. പക്ഷെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രകാരം പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധി മത്സരരംഗത്തുണ്ടായില്ല. പകരം രാഹുൽ ഗാന്ധി മാത്രമാകും മത്സരരംഗത്ത് ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അമേഠി അല്ലെങ്കിൽ റായ്ബറേലി ഈ രണ്ട് മണ്ഡലങ്ങൾ ഏതെങ്കിലും ഒന്നിൽ രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കണമെന്ന് ഉത്തർപ്രദേശ് ഘടകം വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ സാധ്യതയാണ് ഇപ്പോൾ ഏറുന്നത്. എന്തായാലും വൈകാതെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും. നമുക്കറിയാം അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒളിച്ചോടുന്ന ലൈവ് ന്യൂസ് അവസാനിക്കുന്നു.